ഈ സെഷനിൽ നമുക്ക് പറയാനുള്ള ജനറ്റിക് കോഡ് ആൻഡ് മ്യൂട്ടേഷൻ ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ മ്യൂട്ടേഷൻ പറഞ്ഞതാണ്. അത് ജനറ്റിക് കോഡിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നമ്മൾ അന്നേരം ഒന്ന് സൂചിപ്പിച്ചിരുന്നു അല്ലേ. ഇപ്പൊ മ്യൂട്ടേഷൻ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. മ്യൂട്ടേഷൻ ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്സ് ആസ് ഇൻവേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഉണ്ട്, അതേപോലെ തന്നെ പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ട്. പോയിന്റ് മ്യൂട്ടേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറയും. അതുപോലെ ഫ്രെയിംഷിപ്പ് മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻവേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനിലെ ജീൻസ് തമ്മിൽ ഇൻവേർട്ട് ചെയ്യാണ് ചെയ്യുക. അതുപോലെ പോയിന്റ് മ്യൂട്ടേഷനിൽ എക്സാമ്പിൾ വി ഹാവ് സ്റ്റഡീഡ് സിക്കിൾ സെൽ അനീമിയ, CTC, it was converted to or mutated to CAC. That result in GAG to GUG and that result in valine to glutamic acid to valine. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അന്നേരം പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഒരു അമിനോ ആസിഡിന് ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട് പോയിന്റ് മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പോയിന്റ് മ്യൂട്ടേഷൻ രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ട്രാൻസിഷനും ട്രാൻസ്വേർഷനും. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് മ്യൂട്ടേഷൻ നടക്കുമ്പോൾ പ്യൂരിൻ തന്നെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ പ്യൂരിൻ കൊണ്ട് തന്നെ മ്യൂട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിരിമിഡിൻ കൊണ്ട് തന്നെ മ്യൂട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയും. പിരിമിഡിനാണ് മ്യൂട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്യൂരിൻ റീപ്ലേസ് ചെയ്തിട്ട് പിരിമിഡിനാണ് വരുന്നത്, അല്ലെങ്കിൽ പിരിമിഡിൻ റീപ്ലേസ് ചെയ്തിട്ട് പ്യൂരിനാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്വേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് വൺ ഫ്രെയിംഷിപ്പ് മ്യൂട്ടേഷൻ. ഫ്രെയിംഷിപ്പ് മ്യൂട്ടേഷൻ ആണ് ശരിക്കും നമുക്കിവിടെ ആ ജനറ്റിക് കോഡോണുമായിട്ട് കമ്പയർ ചെയ്ത് പറയേണ്ടത്. നമുക്കറിയാം ഓരോ ജനറ്റിക് കോഡോണും മൂന്നെണ്ണം വീതാണ് ഓരോ ജനറ്റിക് കോഡോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിനകത്ത് അഡീഷൻ ഓർ ഡിലീഷൻ ദാറ്റ് വിൽ ലീഡ് ടു ഷിഫ്റ്റിംഗ് ദ ഫ്രെയിം ടുവേർഡ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ AUGന്റെ അവിടെ ഒരു ജിയും കൂടെ ഇവിടെ ഇപ്പുറത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആഡിങ് വൺ ബേസ് ഹിയർ നെക്സ്റ്റ് ടു ദ തേർഡ് ന്യൂക്ലിയോടൈഡ്. മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡ് പുതിയതായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം AUG GCU ഇറ്റ് വിൽ ബിക്കം. പിന്നെ അടുത്ത CUU ആയിരിക്കും, പിന്നെ അടുത്ത GGG ആയിരിക്കും. അപ്പൊ എല്ലാ അമിനോ ആസിഡും അവിടെ നിന്ന് തെറ്റായി പോയി. ഫ്രെയിം ഹാസ് ഷിഫ്റ്റഡ് ടു റൈറ്റ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ വന്നിട്ട് അടുത്ത ഒരു പെയർ ആഡ് ചെയ്യുന്ന അടുത്തൊരു ന്യൂക്ലിയോടൈഡും കൂടി ആഡ് ചെയ്യാണ്, ജിയും കൂടെ ആഡ് ചെയ്യാന്നിരിക്കട്ടെ. അപ്പൊ GG ഇവിടെ രണ്ട് GG വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AUG അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ അവിടുന്ന് GGC ആവും, UCU ആവും, UGG ആവും. അപ്പോഴും ചേഞ്ച് ആയി എല്ലാ അമിനോ ആസിഡും അല്ലെ. ഇനി നമ്മൾ നോക്കിക്കേ, ഒരു U കൂടെ ഞാൻ അവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ see here AUG GGU CUC അങ്ങനെ തന്നെ കിടക്കും, UUG. പക്ഷെ ഇവിടെ എങ്ങനെയാ, CUC മൂന്നാമത്തെ അമിനോ ആസിഡ് ആയിട്ട് വരും. ഒരു 3 ന്യൂക്ലിയോടൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യുക, അതായത് ഒരു കോഡോൺ കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അമിനോ ആസിഡിനെ തന്നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇഫ് വി ആർ റിമൂവിങ് ദ ന്യൂക്ലിയോടൈഡ്. അപ്പൊ വലിയ എഫക്റ്റ് ഉണ്ടാവില്ല ഇഫ് വി ആർ ആഡിങ് ഓർ റിമൂവിങ് ദ 3 ന്യൂക്ലിയോടൈഡ് ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ് in the genetic codon. Genetic codon വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ the order of the amino acid it will get changed. Either it will shift to right or it will shift to left. അതാണ് ജനറ്റിക് മ്യൂട്ടേഷൻ. ഞാൻ അധികം അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ആ മ്യൂട്ടേഷൻ ടോപ്പിക്ക് പറഞ്ഞ് അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പൊ ജനറ്റിക് കോഡോൺ എന്താന്ന് ഞാൻ മോളിക്കുലർ ബേസിസ് പറയുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊന്ന് കോറിലേറ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഒന്നും കൂടെ ആ മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ആ മ്യൂട്ടേഷൻ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടെ എടുത്ത് നോക്കണം. അതിനകത്തെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മ്യൂട്ടേഷൻ ഏതൊക്കെ തരത്തിൽ നടക്കാമെന്നും, അതേപോലെ വിത്ത് എക്സാമ്പിൾ വി ഹാവ് ഗിവൻ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുള്ള ദ ട്രാൻസ്ലേഷൻ പ്രോസസ് ആണ്. എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ജനറ്റിക് കോഡ് ഇറ്റ് വിൽ ഡിറ്റർമൈൻ ദ അമിനോ ആസിഡ് ഫ്രം mRNA. mRNAന്ന് ജനറ്റിക് കോഡ്, ആ കോഡോൺ ആണ് ഓരോ അമിനോ ആസിഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Okay, so here when this mRNA come out from the cytoplasm, come out from the nucleus to the cytoplasm, or when the mRNA when it is getting ready for the translation process, ട്രാൻസ്ലേഷൻ പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ട് mRNA റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വ്യതിയാനങ്ങളാണ് അതിൽ നടക്കുന്നത്. അതിനു മുമ്പ് ആ mRNAയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. mRNAയുടെ 5' എൻഡിൽ വന്നിട്ട് അതിൻ്റെ ആ റെക്കഗ്നൈസ് ചെയ്യുന്ന റീജിയൻ, അതായത് റൈബോസോം പ്രോട്ടീൻ മെഷീനറി റെക്കഗ്നൈസ് ചെയ്യുന്ന റീജിയൻ ആ 5' എൻഡിലായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ റിലീസിങ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, ട്രാൻസ്ലേഷനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് റെക്കഗ്നൈസ് ചെയ്യുന്ന 3' എൻഡിലായിരിക്കും.
അതേപോലെ mRNA when it is coming out for the translation process ഈ 5' എൻഡിന്റെ അപ്സ്ട്രീം റീജിയനിൽ, അതായത് 5' എൻഡിന് മുമ്പായിട്ട് കുറച്ച് ജങ്ക് സീക്വൻസ് കാണും. ആ ജങ്ക് സീക്വൻസ് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് അണ്ടർഗോയിങ് ട്രാൻസ്ലേഷൻ. അതിന് ട്രാൻസ്ലേഷൻ നടക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്ലേഷൻ നടക്കുന്നത് എപ്പോഴും എവിടെ നിന്നേ നടക്കുള്ളൂ? സ്റ്റാർട്ട് കോഡോണിൽ നിന്ന് നടക്കുള്ളൂ. ഇവിടെ സ്റ്റാർട്ട് കോഡോൺ ഇതാണ്, AUG ആണ്. AUG നമ്മൾ പറഞ്ഞു ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം ഇറ്റ് വിൽ ബി കോഡിംഗ് ഫോർ ആൻ അമിനോ ആസിഡ് formyl methionine, and in the case of eukaryotic organism it will be coding for methionine എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ഈ AUG എന്ന് പറയുന്ന സ്റ്റാർട്ട് കോഡോണിന്റെ അവിടുന്ന് ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ, ഈവൻ ദോ ദേ ഹാവ് സം അപ്സ്ട്രീം സീക്വൻസ് ഇൻ ദ 5' end. 5' എൻഡിന്റെ മുമ്പായിട്ട് അവർക്ക് കുറച്ച് അപ്സ്ട്രീം സീക്വൻസ് ഉണ്ടെങ്കിലും അവർ 5' എൻഡിൽ ഇരിക്കുന്ന AUG എന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്യുള്ളൂ. അതേപോലെ ഈ UAA ആയിരിക്കാം ഏറ്റവും അവസാനത്തെ കോഡോൺ, അല്ലെങ്കിൽ UAG ആയിരിക്കാം അവസാനത്തെ കോഡോൺ, അല്ലെങ്കിൽ UGA ആയിരിക്കാം അവസാനത്തെ കോഡോൺ. ഈ സ്റ്റോപ്പ് കോഡോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there the releasing factor will be attached. ആ റിലീസിങ് ഫാക്ടർ അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ലേഷൻ നിൽക്കും. പക്ഷെ എന്നാലും 3' എൻഡിന്റെ ഡൗൺ സ്ട്രീം, അതായത് 3' എൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ കിട്ടും കേട്ടോ. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ 3' എൻഡ് കഴിഞ്ഞിട്ടും കിട്ടും. ഈ അപ്സ്ട്രീം എൻഡ് ഓഫ് 5' ആൻഡ് ഡൗൺ സ്ട്രീം എൻഡ് ഓഫ് 3' ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആക്ച്വലി that will give protection for the mRNA for breaking, അതായത് ഫ്രം ബ്രേക്കിംഗ്. അതായത് mRNA പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ വാലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തുടക്കത്തിൽ നിന്നും അവസാനത്തിൽ നിന്നും ഒക്കെ കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി, അത് കട്ട് ചെയ്ത് പോയാലും വലിയ എഫക്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ സീക്വൻസ് അപ്സ്ട്രീം ഡൗൺ സ്ട്രീം എൻഡിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് the mRNA will be translated into a protein or it will be decoded into a protein. ഇതിൽ നടക്കുന്ന എന്തൊക്കെ പ്രോസസ് ആണെന്ന് നമുക്ക് നോക്കാം. So here this occurs in 3 steps. ഇത് 3 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഒന്ന്, ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP molecule and amino acyl transferase. നമുക്കറിയാം ഒരു അമിനോ ആസിഡ് ആഡ് ചെയ്യേണ്ട അമിനോ ആസിഡ് ATP ആയിട്ട് കമ്പൈൻ ചെയ്ത് അത് കുറച്ച് എനർജി റിച്ച് മോളിക്യൂൾ ആയിട്ട് മാറി അത് tRNA വന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പൊ അമിനോ ആസിഡ് ചാർജ്ഡ് ആയി കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് വരുള്ളൂ, tRNA വരും, tRNA ചാർജ്ഡ് ആവുള്ളൂ. അപ്പൊ ആ ATP മോളിക്യൂള് വന്നിട്ട് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും? അമിനോ ആസിഡിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ ആക്ടിവേറ്റ് ചെയ്ത അമിനോ ആസിഡ് ഇറ്റ് വിൽ ഗോ ആൻഡ് ചാർജ് ദ tRNA by binding at the 3' end of the tRNA. tRNAയുടെ 3' എൻഡിൽ പോയി അത് ബൈൻഡ് ചെയ്തിട്ട് tRNAനെ ചാർജ് ചെയ്യിപ്പിക്കും. ആ tRNAയുടെ 3' എൻഡിൽ ഇരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അമിനോ ആസിഡിന്റെ കാർബോക്സിലിക് ഗ്രൂപ്പും തമ്മിലാണ് അവിടെ എന്ത് നടക്കുക? റിയാക്ഷൻ നടക്കുക. ഓക്കെ, അല്ലെങ്കിൽ ബോണ്ട് ഫോർമേഷൻ നടക്കുക. tRNA അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ട്രാൻസ്ലേഷൻ പ്രോസസ് ഇറ്റ് ബിഗിൻസ്. അതായത് ഫോർമേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് ബോണ്ട്, അത് പോളിപെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കും. ഈ ഒരു പ്രോസസ് മുതൽ ഞാനിവിടെ വരച്ച് കാണിക്കാം. സി ഹിയർ നമ്മുടെ mRNA when it is coming to the cytoplasm, സൈറ്റോപ്ലാസത്തിലേക്ക് വരുമ്പോൾ, അതല്ലെങ്കിൽ when it is seen in the cytoplasm, both the case of prokaryote and eukaryote, എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് mRNA ചില സ്പെഷ്യൽ സീക്വൻസ് ഉണ്ട്. ഒന്നുപോലെ ഷൈൻ ഡൽഗാർനോ സീക്വൻസ് ആവാം ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം, അല്ലെങ്കിൽ ക്യാപ്പിംഗ് ആവാം, ക്യാപ്പിംഗ് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്ടിക് ഓർഗാനിസം. ഈ ഷൈൻ ഡൽഗാർനോ സീക്വൻസിനെ ക്യാപ്പിങ്ങിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ ആർക്ക് കഴിയും? സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിന് കഴിയും. നമ്മളിവിടെ പ്രോകാരിയോട്ടിന്റെ ട്രാൻസ്ലേഷൻ ആണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ പ്രോകാരിയോട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയാം. അതായത് പ്രോകാരിയോട്ടിന്റെ കേസിൽ 50S and 30S സബ് യൂണിറ്റ് ഓഫ് റൈബോസോമില് 30S സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ ഇരിക്കുന്ന 16S rRNA അത് എന്തിനാ കോംപ്ലിമെന്ററിയാ? ഷൈൻ ഡൽഗാർനോ സീക്വൻസിന് കോംപ്ലിമെന്ററി ആണ് അല്ലെ. അപ്പൊ ഈ ഷൈൻ ഡൽഗാർനോ സീക്വൻസിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള 16S rRNA അത് വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? ഇൻ ദ ഷൈൻ ഡൽഗാർനോ. ഇതാണ് ഷൈൻ ഡൽഗാർനോ സീക്വൻസ്. ഈ ഒരു ഭാഗത്താന്നിരിക്കട്ടെ, ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇത് അറ്റാച്ച് ചെയ്യും. ഇപ്പൊ എന്തായി? ദ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ആൻഡ് ദ mRNA ഇറ്റ് ഹാസ് മെയ്ഡ് എ കോംപ്ലക്സ്. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമിനോ ആസിഡ് activate out by taking an ATP molecule in the presence of amino acyl transferase enzyme. അതേപോലെ തന്നെ the activated amino acid വന്നിട്ട് tRNA ചാർജ് ചെയ്യിപ്പിക്കുകയും ചെയ്യും.
ഇത്രയും പ്രോസസ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഓൾസോ വിൽ കം ആൻഡ് ജോയിൻ ഇൻ ദിസ് റീജിയൻ. ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമോ എവിടെ വന്ന് ജോയിൻ ചെയ്യും? എവിടെയാണോ സ്മോൾ സബ് യൂണിറ്റ് ഇരിക്കുന്നത് അതിന്റെ മേലെ വന്നിട്ട് ലാർജ് സബ് യൂണിറ്റ് ജോയിൻ ചെയ്യും. എന്നിട്ട് ഈ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിന് 2 ചേംബർ പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സൈറ്റ് ഉണ്ട്. ഒരു സൈറ്റിനെ നമ്മൾ പി സൈറ്റ് എന്ന് പറയും, ഈ സൈറ്റ് നമ്മൾ പി സൈറ്റ് എന്ന് പറയും, ഈ സൈറ്റിനെ നമ്മൾ എ സൈറ്റ് എന്ന് പറയും. ഓക്കെ. In the case of prokaryotic organism, the tRNA which carry formyl methionine, അതിന് ആ AUG-നെ ആന്റികോഡോൺ ആയിട്ടുള്ള AUG-യുടെ ആന്റികോഡോൺ ഏതാണ്? ഇവിടെ UAC എന്ന് പറയുന്ന ആന്റികോഡോൺ ആണ് അല്ലെ. അപ്പൊ ഇവിടെ വന്നിട്ട് ആ ടിആർഎൻഎയുടെ ആ ലൂപ്പും അതുപോലെ തന്നെ അതിന്റെ തലയിൽ ഇരിക്കുന്ന അമിനോ ആസിഡിനെ മാത്രമാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ വരച്ചു വെക്കുന്ന എഫ്-മെറ്റ്. Okay, formyl methionine. It will come and join in this region and it will position this F-met in the P site. അപ്പോഴത്തേക്കും അടുത്ത അമിനോ ആസിഡിനെ ഇവിടെ കൊണ്ടുവരും. നെക്സ്റ്റ് ടിആർഎൻഎ. നെക്സ്റ്റ് അമിനോ ആസിഡ് ഏതാണ്? ഇവിടെ ലൂസിൻ ആണ് നെക്സ്റ്റ് അമിനോ ആസിഡ് അല്ലെ. അപ്പൊ ലൂസിനെ ക്യാരി ചെയ്യുന്ന നെക്സ്റ്റ് ടിആർഎൻഎ ഇറ്റ് ഈസ് കമ്മിങ് ഹിയർ. ഞാൻ ഇതിന്റെ ആന്റികോഡോൺ ഒന്നും എഴുതുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. CUCയുടെ ആന്റികോഡോൺ എന്തായിരിക്കും? GAG ആയിരിക്കും CUCയുടെ ആന്റികോഡോൺ. ഇറ്റ് വിൽ ബി ക്യാരിങ് ആൻ അമിനോ ആസിഡ് ദാറ്റ് ഈസ് ലൂസിൻ. മനസ്സിലായോ? ഇപ്പൊ ഈ പി സൈറ്റും എ സൈറ്റും രണ്ടും എന്തുകൊണ്ട് ഒക്യുപ്പൈഡ് ആണ്? ചാർജ്ഡ് ടിആർഎൻഎ കൊണ്ട് ഒക്യുപ്പൈഡ് ആണ്. ദിസ് പ്രോസസ് വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇനീഷിയേഷൻ ഫാക്ടർ IF. ഓക്കെ, ഇനീഷിയേഷൻ ഫാക്ടർ ആണ് ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനീഷ്യേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ദ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ വിൽ ഒക്കെ. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എഫ്-മെറ്റും ലൂസിനും ഇത് രണ്ടും 2 അമിനോ ആസിഡ് ആണ്. ഈ 2 അമിനോ ആസിഡ് തമ്മിൽ എന്ത് ബോണ്ട് ഉണ്ടാക്കണം? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കണം. യു നോ ഇൻ ദ പ്രോട്ടീൻ ചെയിൻ ദ അമിനോ ആസിഡ് ജോയിൻ ടുഗദർ ബൈ ദ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പഠിച്ചിട്ടില്ലേ അല്ലെ. അപ്പൊ ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ there is a special RNA present in the large subunit of ribosome of prokaryote, that is 23S rRNA. ഓർക്കുന്നില്ലേ നമ്മൾ കാറ്റലൈറ്റിക് rRNA is also called as catalytic RNA എന്ന് പറഞ്ഞില്ലേ? അതിന് കാരണം 23S rRNA present in the large subunit of ribosome നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ആ ലാർജ് സബ് യൂണിറ്റിൽ ഇരിക്കുന്ന 23S rRNA പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് വാട്ട് ഹാപ്പൻ ഈ 2 അമിനോ ആസിഡും അടുത്തടുത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻ? there is a bond formation, it occurs in between this one. ഇത് രണ്ടും കൂടി കൂടിയിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇത് രണ്ടും കൂടി ഒരു ബോണ്ട് ഫോം ചെയ്യും. സോ ദിസ് വിൽ ഫോം എ പെപ്റ്റൈഡ് ബോണ്ട്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ കഴിയുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാല് ഞാൻ ജസ്റ്റ് ആ റൈബോസോം മൂവ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഈ റൈബോസോം ദാ ഇവിടുന്ന് പതുക്കെ ഇറ്റ് വിൽ ഷോ എ സ്ലൈഡിങ് മൂവ്മെന്റ് ടുവേർഡ്സ് ഫോർവേഡ്. അതായത് ഒരു ഫോർവേഡ് ഡയറക്ഷനിൽ ഇതൊരു സ്ലൈഡിങ് മൂവ്മെന്റ് കാണിക്കും. എന്ന് പറഞ്ഞാൽ see here one genetic codon, it will slide and it will move forward and here we can see the small subunit of ribosome. അപ്പൊ നോക്കിക്കേ, ഈ സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞൊരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഈ എഫ്-മെറ്റും ലൂസിനും കൂടി കണക്റ്റഡ് ആണ് അല്ലെ. എഫ്-മെറ്റും ലൂസിനും കൂടി കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് ഈ പി ചേംബർ റൈബോസോമിന്റെ പുറത്തേക്ക് പോയി. അപ്പൊ എന്തായി? പി ചേംബർ വന്നിട്ട്, പി ചേംബർ എന്ന് പറഞ്ഞ ഒരു ചേംബർ ഇപ്പൊ ഇല്ല. അപ്പൊ അത് എക്സിറ്റ് സൈറ്റ് വഴി അല്ലെങ്കിൽ ഇത് ഈ ടിആർഎൻഎ അതിന്റെ അമിനോ ആസിഡിനെ ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് ടിആർഎൻഎ പതുക്കെ ഇങ്ങനെ എക്സിറ്റ് സൈറ്റ് വഴി ഇറങ്ങിപ്പോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ പി സൈറ്റും എ സൈറ്റിലും ഇരിക്കുന്ന ടിആർഎൻഎയുടെ 2 വ്യക്തികളുടെ ഹെഡായിട്ട് സങ്കല്പിക്കാം. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, വേറൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് പി സൈറ്റ് ആണ്, ഇത് എ സൈറ്റ് ആണ്. എന്റെ തല ഒരു അമിനോ ആസിഡ് ആണ്, അയാളുടെ തല ഒരു അമിനോ ആസിഡ് ആണ്. ഈ 2 അമിനോ ആസിഡും അടുത്തടുത്ത് വന്നു കഴിഞ്ഞപ്പോ എന്റെ തല അങ്ങോട്ട് പതുക്കെ ഒരു ചായ്വ് കാണിക്കും ആ 23S rRNA കൊണ്ട്. എന്റെ തല വന്നിട്ട് പതുക്കെ എന്റെ ഈ ബോഡിയിൽ നിന്ന് അങ്ങ് വിട്ടുപോയിട്ട് അപ്പുറത്തെ തലയുടെ മേലെ കയറിയിരിക്കും.
ഞാൻ എൻ്റെ ബോഡി പതുക്കെ ഊർന്നിങ്ങോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ ഒപ്പം റൈബോസവും പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പി സൈറ്റ് എങ്ങോട്ട് മൂവ് ആയി? ആദ്യത്തെ എ സൈറ്റിന്റെ പൊസിഷനിലേക്ക് മൂവ് ആയി. എൻ്റെ റോൾ അവിടെ കഴിഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോയി അല്ലെ. അപ്പൊ ഈ ഇപ്പൊ ഈ പി സൈറ്റില് ഇപ്പോഴത്തെ പി സൈറ്റിൽ ഇരിക്കുന്ന tRNA തലയിൽ എത്ര അമിനോ ആസിഡ് ഉണ്ട്? 2 അമിനോ ആസിഡ് ഉണ്ട് അല്ലെ. So here we can see leucine and F-met, it will be present in this region. Is it? And we can say this chamber, it will be disappeared. ഈ chamber ഇല്ല, ഈ tRNA ഇങ്ങോട്ട് പോയി, ഈ tRNA ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ ഈ chamber എന്തായി? P site ആയി. ഇനി അടുത്ത chamber എന്തായി? A site ആയി. So the next chamber where the next tRNA, it will bring the next amino acid, that is nothing but leucine. Next leucine കൊണ്ടുവരും. ഈ ലൂസിനും കൂടി കണക്ട് ചെയ്യും. അപ്പത്തേക്ക് എന്താവും? ഇവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടിൽറ്റ് ആയിട്ട് എങ്ങോട്ട് കൊടുക്കുന്നത്, അതായത് ഇങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതിന്റെ മേലേക്കാണ് കൊടുക്കുക. അപ്പത്തേക്ക് എന്താ? ഈ tRNA ഫ്രീ ആയി, അത് ഇങ്ങോട്ട് പോന്നു. Again we can see this ribosome, it is coming and arranging in the next genetic codon like this. So this kind of movement we can see a kind of sliding movement for the ribosome towards the right and the mRNA towards the left, we can see throughout. Okay, നമുക്ക് ഇതിന്റെ ഇങ്ങനെ ഓരോ ജനറ്റിക് കോഡോണിലും ഓരോ അമിനോ ആസിഡ് ആഡ് ചെയ്ത് പോകുന്നതാണ്. When it reaches to this UAA region, കണ്ടോ ഇവിടം വരെ എത്തിന്നിരിക്കട്ടെ, ഇവിടം വരെ എത്തി നമ്മുടെ റൈബോസോം ദാ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പി സൈറ്റ് ആണ്, ഇവിടെ ഒരു എ സൈറ്റ് ആണ്. ഇവിടെ വന്ന ഒരു അമിനോ ആസിഡിനെ കൊണ്ട് കൊടുത്തു. ആര്? tRNA കൊണ്ട് കൊടുത്ത അമിനോ ആസിഡ് ഏതാണ്? ഇവിടെ ഐസോലൂസിൻ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ UAA-നെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AUU എന്ന് പറയുന്ന ഒരു ആന്റികോഡോൺ tRNA-യിൽ ഇല്ല. AUU എന്ന് പറയുന്ന ഒരു ആന്റികോഡോൺ tRNA-യിൽ ഇല്ല. അതോടെ എന്തായി? ആ ഒരു എ സൈറ്റ് ഫ്രീ ആയിട്ട് കിടക്കാൻ തുടങ്ങി. അതേപോലെ the releasing factor, it goes and join in this top codon region. ആ releasing factor അവിടെ join ചെയ്യാനും പോയി. What happened that time? tRNA, the last tRNA, it will be carrying the amino acid. First എന്തായിരിക്കും? F-met. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ leucine. Then അത് കഴിഞ്ഞ് again leucine. പിന്നെ അടുത്തത് നമുക്ക് കാണാം, that is glycine. പിന്നെ proline. പിന്നെ നമുക്ക് ഗ്ലൂട്ടാമൈൻ. പിന്നെ നമുക്കുള്ളത് ലൂസിൻ. പിന്നെ നമുക്ക് ഐസോലൂസിൻ. പിന്നെ സെറിൻ. ഇങ്ങനെ ഇത്രയും അമിനോ ആസിഡ്. സെറിൻ, then again ഐസോലൂസിൻ. ഇത്രയും അമിനോ ആസിഡിന്റെ ഒരു ചെയിൻ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇതിന്റെ തലയില്. ഇതേൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഐസോലൂസിൻ ആയിരിക്കും കേട്ടോ. ഐസോലൂസിൻ. പിന്നെ ഇവിടുന്ന് വാല് പോലെ ഇത്രയും അമിനോ ആസിഡ് ഇവിടെ കിടക്കുന്നതാണ്. Then after that, when the releasing factor join to UAA region, this will completely release that polypeptide chain. ഇവിടെ polypeptide chain എന്ന് പറയുന്നത് എന്താ? F-met, leucine, glycine, proline, glutamine, leucine, isoleucine, serine, isoleucine, ഈ ഒരു അമിനോ ആസിഡ് ചെയിനിന്റെ റിലീസിങ് നടക്കും. അതേപോലെ തന്നെ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം വിട്ടുപോരും, ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമും വിട്ടുപോകും. ഇങ്ങനെയാണ് ട്രാൻസ്ലേഷൻ പ്രോസസ് നടക്കുക. എന്നിട്ട് ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ഗോ ടു, ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്ടിക് ഓർഗാനിസം, this will go to Golgi apparatus for further processing. പക്ഷേ in the case of prokaryotic organism, that will be ready for its use. prokaryotic organismത്തിലാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും ഇരിക്കാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ട്രാൻസ്ലേഷൻ പ്രോസസ് നടക്കുന്ന 3 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ the amino acid will get activated. അമിനോ ആസിഡ് ATP ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് അത് ആക്ടിവേറ്റ് ആവുന്നത് in the presence of aminoacyl transferase enzyme also. പിന്നെ രണ്ടാമത്തെ കേസിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ tRNA ചാർജ്ഡ് ആവും. tRNA ചാർജ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സബ് യൂണിറ്റിന്റെ മേലെ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമും കൂടി വന്ന് അറ്റാച്ച് ചെയ്യും. ഇനീഷ്യേഷൻ polypeptide bond formation, it occurs, polypeptide chain formation, it occurs by the initiation, elongation and termination. Initiation നടക്കുന്ന ഇനീഷ്യേഷൻ ഫാക്ടറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇനീഷ്യേഷൻ ഫാക്ടർ വന്ന് ആക്ട് ചെയ്യുന്ന ഈ സ്റ്റാർട്ട് കോഡോണിന്റെ അവിടെയാണ്. അപ്പോഴത്തേക്കും സ്മോൾ സബ് യൂണിറ്റ് ലാർജ് സബ് യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യും. ലാർജ് സബ് യൂണിറ്റിൽ ഇരിക്കുന്ന 23S rRNA കാറ്റലിറ്റിക് ആണ്. അവർക്ക് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടത്താൻ കഴിവുണ്ട്.
അതുപോലെ ലാർജ് സബ് യൂണിറ്റിലെ 2 സൈറ്റ് ഉണ്ട്, പി സൈറ്റും എ സൈറ്റും. പി സൈറ്റിൽ വന്നിട്ട് ടിആറിനെ ഒരു അമിനോ ആസിഡിനെ കൊണ്ടുകൊടുത്ത, എ സൈറ്റിലും ടിആറിനെ അമിനോ ആസിഡിനെ കൊണ്ടുകൊടുത്ത, രണ്ടും ഒരു റൈബോസോമൽ പ്രോട്ടീന്റെ ഉള്ളിലിരിക്കുന്ന 2 ചേമ്പറിൽ 2 അമിനോ ആസിഡ് അടുത്തടുത്ത് വരും. അവർക്ക് തമ്മിലൊരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടത്താൻ 23RRനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി സൈറ്റിലിരിക്കുന്ന ടിആറിനെ പതുക്കെ അതിന്റെ അമിനോ ആസിഡിനെ എ സൈറ്റിലിരിക്കുന്ന ടിആർഎൻഎയുടെ മേലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് പതുക്കെ ഊർന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ഈ റൈബോസോം പതുക്കെ ഒരു ജനറ്റിക് കോഡോൺ മുമ്പിലേക്ക് നീങ്ങും, mRNA കുറച്ച് ബാക്കിലേക്ക് സ്ലൈഡിങ് മൂവ്മെന്റ് കാണിക്കും. അപ്പോൾ വന്നിട്ട് ആദ്യത്തെ പി സൈറ്റ് ഇരുന്നോടം പുറത്തേക്ക്, റൈബോസോമിന്റെ പുറത്തേക്ക് മൂവ് ആവും. എ സൈറ്റ് ഇരുന്നോടം പി സൈറ്റ് ആയിട്ട് മാറും. അതുപോലെ പുതിയൊരു സൈറ്റ് ഫോം ചെയ്യുന്ന ദാറ്റ് വിൽ ആക്ട് ആസ് എ സൈറ്റ്. ആ ഒരു പ്രോസസ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂ. ആ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്ന എനർജി GTP എനർജിയാണ് കേട്ടോ. ഹിയർ ദ എലോങ്ങേഷൻ പ്രോസസ് ഇറ്റ് ഒക്കേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എലോങ്ങേഷൻ ഫാക്ടർ. ഈ എലോങ്ങേഷൻ പ്രോസസ് നടക്കുന്നത് എലോങ്ങേഷൻ ഫാക്ടർ പ്ലസ് GTP മോളിക്യൂൾ ആണ് ഇവിടെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ടെർമിനേഷൻ ഇറ്റ് ഒക്കേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെർമിനേഷൻ ഫാക്ടർ. ടെർമിനേഷൻ ഫാക്ടർ ആണ് ഇവിടെ ടെർമിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ടെർമിനേഷൻ ഫാക്ടർ റെക്കഗ്നൈസ് ചെയ്യുന്ന അവസാനം ഇതിങ്ങനെ ഓരോ ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്ത് ഓരോ അമിനോ ആസിഡിനെ ഫോം ചെയ്യും. അതിന്റെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടത്തി അവസാനത്തെ UAA അല്ലെങ്കിൽ UAG അല്ലെങ്കിൽ UGA കോഡോൺ എത്തുമ്പോൾ അവിടെ വന്നിട്ട് ആ എ സൈറ്റ് കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കും. കാരണം അവിടുത്തെ UAA എ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള TRNA ഇല്ലാത്തതുകൊണ്ട് അതവിടെ TRNAനെ ഫില്ല് ചെയ്യില്ല. അതേപോലെ തന്നെ റിലീസിങ് ഫാക്ടർ വേഗം വന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ആ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ ഇരിക്കുന്ന ഒരു പ്രോട്ടീൻ ചെയിനാണ്, ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണത്. ആ പോളിപെപ്റ്റൈഡ് ചെയിനെ പതുക്കെ TRNAന്ന് വിടുകയും ചെയ്യും. അതേപോലെ ഈ സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റും സെപ്പറേറ്റ് ആയി പോവുകയും ചെയ്യും. Okay, so that will be occurred with the help of the termination factor or releasing factor or termination factor. Okay, releasing factor or termination factor we can say. ഇതാണ് ട്രാൻസ്ലേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ജീൻ എക്സ്പ്രഷന്റെ സമയത്താണ് നമുക്ക് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ കാണാൻ കഴിയുക. എപ്പോഴും എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്ന ജീനിനെ നമ്മൾ ഹൗസ് കീപ്പിംഗ് ജീൻ എന്ന് പറയും. ഓക്കെ, ഹൗസ്കീപ്പിംഗ് ജീൻ എന്ന് പറഞ്ഞാല് ദ ജീൻ ഓൾവേസ് എക്സ്പ്രസ്, എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ജീനിന് നമ്മൾ പറയുന്നതാണ് ഹൗസ്കീപ്പിംഗ് ജീൻ. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ, അല്ലെങ്കിൽ അതിന് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്നും പറയാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്നും പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ. അതേപോലെ നമുക്ക് ലക്ഷറി ജീൻസ് കാണാൻ പറ്റും. that will be expressed only according to the requirement. Non-constitutive or luxury gene എന്ന് പറഞ്ഞാൽ these genes remain silent whenever it is not required. ഓക്കെ, അത് എപ്പൊക്കെ വേണോ ആ സമയത്ത് മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് അത് ഇൻഡ്യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യും, എക്സ്പ്രസ് ചെയ്യേണ്ടാത്ത സമയത്ത് അത് റിപ്രസ് ചെയ്ത് നിൽക്കും. സോ ഹിയർ this non-constitutive gene or luxury gene, it will be having a regulation of gene expression. അവർക്ക് ജീൻ എക്സ്പ്രഷൻ എപ്പോഴും ഒരു റെഗുലേഷൻ ഉണ്ടാവും. വേണ്ടപ്പോൾ മാത്രം എക്സ്പ്രസ് ചെയ്യുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഒരു റെഗുലേഷൻ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ലക്ഷറി ജീൻ. ഓക്കെ, ഹൗസ് കീപ്പിംഗ് ജീനും ലക്ഷറി ജീനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ചോദിച്ചതെന്ന് മാത്രം. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ ഈ പറയുന്ന ലക്ഷറി ജീൻ വേണ്ടപ്പോൾ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണ് അതിന്റെ റെഗുലേഷൻ നടക്കുന്നതെന്ന്, നമ്മൾ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ with a few examples we will study in the next session.